പുറത്തുവരുന്ന വിവരമനുസരിച്ച് ചെരുപ്പ് വാങ്ങാൻ എന്ന പേരിൽ 10,000 രൂപ അതിജീവിതയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നാണ്. 10,000 രൂപ തനിക്ക് ചെരുപ്പ് വേണം എന്ന് പറഞ്ഞ് അതിജീവിതയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങി. കയ്യിൽ കിടക്കുന്ന വാച്ചിനായി ആയിരക്കണക്കിന് രൂപയുടെ വാച്ചാണ് വാങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. ആ വാച്ചും വേണമെന്ന് അങ്ങോട്ട് പറഞ്ഞ് വാച്ചും വാങ്ങിക്കൊടുത്തു എന്നാണ് അതിജീവിത പറഞ്ഞിരിക്കുന്നത്. റോഷിയുണ്ട് നമുക്കൊപ്പം. റോഷി, ഇപ്പോൾ ഈ എയർ ക്യാമ്പിലാണ് റോഷി ഉള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 9:30 പത്തനംതിട്ട കോടതിയിലാണ്, മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. കോടതി നമ്പർ 2-ലായിരിക്കും ഹാജരാവുക. അതിനു മുൻപ് തന്നെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് ഇറക്കുമെന്നാണ് അറിയുന്നത്. പ്രാഥമികമായ ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പക്ഷേ വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡി അപേക്ഷ നൽകും എന്നുകൂടി നമ്മൾ അറിയുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ 2 ദിവസം മുൻപ് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുറത്തുവരുന്ന വിവരങ്ങൾ അത്രമേൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മുഖത്തടിക്കുക, മുഖത്ത് തുപ്പുക, ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുക, കുഞ്ഞു വേണം വേർപെട്ടു പോകാതിരിക്കാൻ എന്ന് പറഞ്ഞ് യുവതിയെ കൊണ്ട് അതിനെ നിർബന്ധിപ്പിക്കുക, അതിനുശേഷം ഗർഭിണിയാകുന്ന സമയത്ത് പിതൃത്വം നിഷേധിക്കുക, DNA സാമ്പിൾ വേണമെന്ന്, DNA ടെസ്റ്റ് വേണമെന്ന് പറയുക, DNA എടുക്കാൻ വേണ്ടി മെഡിക്കൽ ഏജൻസി സമീപിക്കുമ്പോൾ DNA സാമ്പിൾ നൽകാതിരുന്ന് വീണ്ടും അധിക്ഷേപിക്കുക, വീണ്ടും മർദ്ദിക്കുക. അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും പെട്ടിട്ടില്ലാത്ത തരം ഒരു ലൈംഗിക വൈകൃതത്തിന്റെയും ലൈംഗിക പീഡനത്തിന്റെയും കേസിലാണ് രാഹുൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കുക വൈദ്യപരിശോധനയ്ക്കായി? അരുൺകുമാർ, ഏറെ വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധനയ്ക്ക് രാഹുലിനെ വിധേയമാക്കുക. അതിനുശേഷമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. നേരത്തെ 10 മണിയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന വിവരമാണ് ലഭിച്ചത്. ഏതായാലും പൂങ്കുഴലി അന്വേഷണ സംഘത്തിന്റെ മേധാവി ഈ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുകയും മറ്റ് നടപടിക്രമങ്ങൾ, ഈ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ കസ്റ്റഡി അപേക്ഷ ഉണ്ടെങ്കിൽ കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള മറ്റ് രേഖകൾ തയ്യാറാക്കുകയാണ്. ഏറെ വൈകാതെ തയ്യാറാക്കും. അതിനുശേഷമാകും നേരെ പുറത്തേക്ക് ഇറക്കുക. ഇന്നലെ രാത്രിയോടെ പാലക്കാട്ട് നിന്നും ഏതാണ്ട് ഇന്ന് പുലർച്ചെ എന്ന് വേണമെങ്കിൽ പറയാം, രാത്രി അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷമാണ് ഹോട്ടലിൽ KPM റിജൻസി ഹോട്ടലിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കും. നമുക്കറിയാം, 3ാമത്തെ പരാതിയാണിത്. ആദ്യ 2 പരാതികളിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിരുന്നില്ല. ആ വിവരം പുറത്തു വന്നതിന് ശേഷം പ്രതിരോധം തീർക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. 2 തരത്തിലാണ്. ഒന്ന്, കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. അതിനൊപ്പം തന്നെ അതേ സമയത്ത് മറ്റ് സംസ്ഥാനത്തിലേക്ക് കടക്കുകയും ചെയ്തു. അവിടെ സുരക്ഷിതമായ താവളമൊരുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ക്രിമിനൽ സംഘത്തിന്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് പോലീസ് അവിടേക്ക് എത്താൻ പോലും സാധിച്ചിരുന്നില്ല. സമാന സാഹചര്യം ഉണ്ടാകുമോ എന്ന ഒരാശങ്ക പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം പഴുതടച്ചുള്ള അന്വേഷണവും പഴുതടച്ചുള്ള അറസ്റ്റ് നീക്കവും നടത്തിയത്. ഒരു തരത്തിലും വിവരങ്ങൾ ചോർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രത അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ജി പൂങ്കുഴലി നേരിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. FIS നേരിട്ടെടുക്കുന്നു. അതിന്റെ FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിയടക്കം വളരെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അന്വേഷണ സംഘത്തിലെ തന്നെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും അറിഞ്ഞിരുന്നില്ല ഈ കാര്യങ്ങൾ. വളരെ രഹസ്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. FIS കഴിഞ്ഞതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് സംസ്ഥാന പോലീസ് മേധാവിയുമായി ആശയവിനിമയം നടത്തി. FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഘത്തിലേക്ക് വിവരങ്ങൾ ലഭ്യമാകാനുള്ള സാധ്യത കൂടി അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി ജാഗ്രതയോടെ മുന്നോട്ട് പോയി. FIR രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ അറസ്റ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഏത് സമയത്ത് എവിടെ വെച്ച് അറസ്റ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാക്കുന്നു. പാലക്കാട്ട് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്യാമ്പ് ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രഹസ്യമായി നിരീക്ഷിക്കുന്നു, ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഫോൺ ഇന്റർസെപ്റ്റ് ചെയ്ത് അവരെ നിരീക്ഷണ വലയത്തിലാക്കുന്നു. അവരുടെ മൂവ്മെന്റ് കൃത്യമായി പരിശോധിക്കുന്നു. ഓരോ മണിക്കൂർ ഇടവേളയിലും അവർ എവിടേക്കാണ് അവരുടെ മൂവ്മെന്റ് എന്ന് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിട്ടുപോകില്ല എന്ന്. അങ്ങനെ രാത്രിയോടെ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്ന് ഉറപ്പുവരുത്തി, അത് ടവർ ലൊക്കേഷൻ അടക്കം വെച്ചുകൊണ്ട് ഉറപ്പുവരുത്തി. അതിനുശേഷം എല്ലാം ഭദ്രമാണ്, സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. നിർണായകമായ നീക്കത്തിനൊടുവിലാണ് അറസ്റ്റ്. ഇനി കോടതിക്ക് മുന്നിലേക്ക് റിമാൻഡ് റിപ്പോർട്ട് എത്തുമ്പോൾ കോടതി എടുക്കുന്ന തീരുമാനമാണ് നിർണായകമാവുക. ആദ്യത്തെ 2 കേസ് പോലെയല്ല ഈ 3ാമത്തെ പരാതിയിലെടുത്ത കേസ്. ഈ കേസിൽ കൃത്യമായ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിരുന്നു. പരാതിക്കപ്പുറത്തേക്ക്
പെൺകുട്ടി നൽകിയ തെളിവുകൾക്കപ്പുറത്തേക്ക് യെസ് ഈ ഫോൺ വിശദാംശങ്ങൾ, ഫോൺ കോൾ വിശദാംശങ്ങൾ, അതിനൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് Yes. അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം പോയത്. അതുകൊണ്ട് Okay. തന്നെ റോഷി, റിമാൻഡിലേക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടന്നത് 2024 ഏപ്രിൽ മാസത്തിലാണ്. നവംബർ മാസത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏകദേശം ആ സമയത്താണ്. അതിനുശേഷമാണ് പിന്നീട് ഇയാൾ നിലമ്പൂരിൽ 2025 പ്രകടനത്തിന് വരുന്നതും മറ്റുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നതുമൊക്കെ. ഈ പീഡനങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതുജന സമൂഹത്തിൽ വന്നു നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതെല്ലാം ഇപ്പോൾ നമ്മളുടെയൊക്കെ ലൈബ്രറികളിലുണ്ട്. ഏക ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടിയാണ്.